விக்ரம் அவர்களுக்கு வந்து பேசிக்காகவே அவருக்கு ஒரு ஆக்சிடெண்ட் இருக்குது. அவருடைய காலேஜ் முடித்ததுக்கப்புறம் ஒரு பெரிய மேஜர் ஆக்சிடெண்ட்னா அவருக்கு வந்து இந்த இடத்துல இந்த தையில் வந்து இந்த ஒரு பகுதியே இருக்காது, ஒரு சதையே இருக்காது, அவருக்கு இருக்காது. அவரால் நீல் டவுன் போட முடியாது. இப்போ நீங்கள் சேதுவில் வந்து பார்த்தீங்கன்னா அந்த பொண்ணுக்கிட்ட முதல்ல பொண்ணு மேலே கல்லை தூக்கி போட்டு லவ் ப்ரப்போசல் பண்ணுற சீன் இருக்குல்ல, ஞாபகம் இருக்கா? சேதுல அதில் பார்த்தீங்கன்னா நீல் டவுன் போட்டு உட்கார மாட்டார், இந்த லெக்கை நீட்டி தான் உட்காந்துருப்பார். அவரால் நீல் டவுன் போட முடியாது, யாருக்குமே தெரியாது. ஆனால் அது தெரியாத அளவுக்கு ஒரு ஆக்ஷன் ஹீரோவை எவ்வளோ நாள் அவர் சர்வைவாக இருக்காருன்னா அப்போ அவர் எவ்வளோ ഡെഡിക്കേഷൻ കൊടുപ്പാർ. അതേ ഡെഡിക്കേഷൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് കളയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് തളരാതെ മുന്നോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം നേടിയെടുത്തൊരു നടനാണ്. ഓരോ വ്യക്തികൾക്കും ഒരു ഇൻസ്പിറേഷനായ സ്റ്റാർ തന്നെയാണ് വിക്രം. അത് ഉള്ളൊക്കെ കണ്ടാൽ അറിയാം, ഇത് കെട്ടി വെച്ചാണ്, അത് ചുമ്മാ സിനിമയുടെ ഇതിൽ കാണിച്ചു വെച്ചേക്കണേയല്ല, അത് ശരിക്കുമുള്ള സംഭവമാണ്. അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഡാൻസൊക്കെ ചെയ്യുന്നത്, ഫൈറ്റ് ചെയ്യുന്നതും അത് നിൽക്കുന്നതും. പിന്നെ ഐയുടെ കാര്യത്തിലൊക്കെ പറയാമല്ലോ, പുള്ളി ഡെഡിക്കേഷൻ, സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നൊരു താരം കൂടിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരുപാട് ലോറൻസ് മാസ്റ്റർ ചെയ്യുന്ന പോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരിലൊരു ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്ക് സ്കൂളുകൾ ഇദ്ദേഹം നടത്തുന്നുണ്ട്. ആ സ്കൂളുകളിലൊക്കെ കിട്ടുന്ന പൈസ പ്രതിഫലം മുഴുവൻ അവർക്ക് വേണ്ടിയാണ്, 3/4 അവർക്ക് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതെന്തൊക്കെ പ്രതിസന്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും, തളർത്തിയാൽ പോലും, തൻ്റെ തീരുമാനങ്ങൾ, തൻ്റെ ലക്ഷ്യം ശക്തമാണെങ്കിൽ അവർക്ക് വിജയം ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഒരു ഉദാഹരണം കാണിക്കാൻ പറ്റുവാണെങ്കിൽ അതിലൊരാളാണ് നമ്മുടെ സ്വന്തം സിയാൻ വിക്രം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല വേഷങ്ങൾ കിട്ടട്ടെ. വീണ്ടും ഒരു പഴയ, ഇപ്പം അത്ര ഇതില്ലെങ്കിൽ പോലും ഒരു പഴയ ഒരു വിക്രം നമുക്ക് തിരിച്ചു കിട്ടട്ടെ. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനും സിനിമയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അച്ഛനേക്കാൾ വലിയൊരു ഡെഡിക്കേഷനായ ഒരു മോനും സിനിമകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.